ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിൽ സെമിറ ഇപ്പൊ അടുത്ത് എന്താ സംഭവിച്ചത്? നമ്മള് ടെസ്ലായിട്ട് കിങ് സ്ട്രീറ്റിലൂടെയും നമ്മുടെ ഈ ടൗണിലൂടെ ഒക്കെ ഇങ്ങനെ ഓട്ടോ പൈലറ്റ് ഇട്ട് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ നിന്നപ്പം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ടെസ്ല കാറ് എടുത്തിട്ട് സെമീറിനെ സർപ്രൈസ് ചെയ്യണമെന്ന്. ഇപ്പൊ ഞാൻ സെമീറിനോട് പറഞ്ഞിട്ട് എടാ പോഡ്കാസ്റ്റ് ഒക്കെ റെഡി ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെമീറിനോട് ഒരു ബ്ലൈൻഡ് ഫോൾഡ് കൊടുത്തിട്ട് സെമീറിനോട് ഇടിപ്പിച്ചിട്ട് ഈ പോഡ്കാസ്റ്റിന്റെ ക്യാമറ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് സെമീറിനെ സർപ്രൈസ് പോലെ ജോ റോഗൻ പോഡ്കാസ്റ്റിലൊക്കെ ഉള്ള പോലെ. അപ്പൊ അതായിരുന്നു എന്റെ പ്ലാന്. പക്ഷെ ആ ദിവസം എനിക്ക് കാറ് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് സാധാ പോലെ ഞാൻ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് സെമീറിനെ ഇതൊന്നും അറിയിച്ചില്ല. അപ്പൊ വേറൊരു ദിവസം ഇതേപോലെ തന്നെ സെമീറിന് എനിക്ക് കാറ് കിട്ടി. എന്റെ കുറേ കാലമായിട്ടുള്ള ഒരു ഡ്രീമായിരുന്നു ടെസ്ല കാർ ഓടിക്കണം. എന്റെ ബക്കറ്റ് ലിസ്റ്റ് ഐറ്റമാണ്. അതായത് ഈ ടെസ്ല കാറിന്റെ റിവ്യൂസ് ഞാൻ ചെറുപ്പം മുതൽ സൗദിയെ ആവുമ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നതാണ്. അപ്പൊ അതിലെ ആൾക്കാരൊക്കെ പറയണ്ടേ, ഇറ്റ്സ് നോട്ട് ലൈക്ക് എനി അതർ കാർ, ഈ കാർ ഭയങ്കര ഡിഫറെന്റ് ആണ്, ഈ കാർ ഓടിച്ചാല് നിങ്ങൾക്ക് വേറെ കാറൊന്നും ഓടിക്കാൻ തോന്നൂല, അങ്ങനെയൊക്കെ പലതും കേൾക്കാറുണ്ട്. അപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം സൗദിയിൽ അന്ന് ടെസ്ലയൊന്നും ഇല്ല. അതെ, ഇലക്ട്രിക് കാർക്കൊന്നും സൗദിയിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അറബ്സിനോടൊക്കെ ഇലക്ട്രിക് വണ്ടി എന്താ അഭിപ്രായം ചോദിക്കുമ്പോ തന്നെ അവർക്കൊരു പുച്ഛാണ്. അതെ, എന്താ ഇലക്ട്രിക് വണ്ടി ആയാലും ഇങ്ങനെ പൊട്ടിച്ച് റവ് ചെയ്ത് പോണം. അപ്പൊ ബാറ്ററി ഓടുന്ന കാറോ പെട്രോൾ പറഞ്ഞ ഒരു വിഷയമല്ലല്ലോ. അതെ, പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നു വെള്ളത്തിനേക്കാളും ചീപ്പ് പെട്രോളാണ്. അതെ, കാരണം പണ്ട് 45 ഹലാൽ, അതായത് നമ്മുടെ നാട്ടില് കമ്പയർ ചെയ്യണെങ്കിൽ 45 പൈസ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു ലിറ്റർ പെട്രോൾ. പക്ഷെ ഒരു കുപ്പി 600 ml ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വെള്ളത്തിന് അവിടെ ഒരു റിയാലായിരുന്നു. അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ കുറച്ചുകൂടി പ്രൈസിയറാണ്. പക്ഷെ എന്നാലും ചീപ്പറാണ്. അപ്പൊ അങ്ങനെ ഈ ടെസ്ലന്റെ കാർ കിട്ടിയപ്പോ ഞാൻ ഇതേപോലെ തന്നെ സെമീറിന്റെ അടുത്ത് കൊണ്ടുവന്നു. സെമീറിനെ അങ്ങ് സർപ്രൈസ് ചെയ്തപ്പോ സെമീറിന്റെ ഒരു റിയാക്ഷൻ അനുസരിച്ച് ഈ കാർ ഞാൻ വാങ്ങിച്ച പോലെ. സംഭവം എന്താന്ന് വെച്ചാൽ 2 ആഴ്ചയായി സയാന്റെ കാക്കയും ഓരോരു കാറ് കൊടുത്തിട്ട് പുതിയ കാറ് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കണ്. അതായത് എപ്പോ സഹീനെ വിളിക്കുമ്പോഴും ഇവ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവാ പുതിയ കാറ് മേടിക്കാറുണ്ട്. എന്റെ കാക്കന്റെ ഹോബി അതാണ്. അപ്പൊ ഞാൻ ഫ്രം 1 and 2 ഇവര് പുതിയ കാറ് വാങ്ങിയിട്ട്, കാരണം ഫുൾ പൈസ ഒക്കെ എടുക്കണമെന്നില്ല, ഇവിടെ ഫിനാൻസിങ്ങും കാര്യങ്ങളും. അപ്പൊ പോസിബിൾ ആണ്, ആ ഒരു പോസിബിലിറ്റി പോസിബിൾ ആണ്, ആക്ച്വലി പോസിബിൾ ആണ്, എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റും. ആക്ച്വലി പോസിബിൾ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ടെസ്ല എടുത്ത് ഞങ്ങൾക്ക് ഒരു ദിവസത്തിന് മാത്രമായിരുന്നു കാർ എടുത്തേ. അപ്പൊ ഞാൻ സെമീറിനെ സർപ്രൈസ് ചെയ്ത്. Okay, remove your blindfold. You've watched my videos, you know what to do. Yeah, like, is there a new car or something? Tesla! Get more! Serious! Holy man! എന്നിട്ട് പിന്നെ എനിക്കിങ്ങനെ ഞാൻ സെമീറിന് അതിലുള്ള ഓരോ ഫീച്ചേഴ്സ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഞാൻ ആൾക്കാരോട് നിങ്ങൾക്ക് ടെസ്ല വണ്ടീനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം. നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ കാറിലുള്ളത്. ഈ കാറിലൊരു മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഈ കാർ നമ്മളെടുത്ത് കാറിന്റെ കീ എന്ന് പറയുന്നത് നമ്മളെ ക്രെഡിറ്റ് കാർഡൊക്കെ പോലത്തെ ഒരു കാർഡാണ്, ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതാണ് കീ. ആ കീ നമ്മളെടുത്തുണ്ടെന്ന് ഇവർ കാറ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവർ സീറ്റിന്റെ അടുത്ത് പോയാൽ ഡോറ് താനേ തുറക്കും. അങ്ങനെ കള്ളനായാലും കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് അല്ലെങ്കിൽ കാർഡ് അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഫോണിലുണ്ടെങ്കിൽ മൊബൈൽ നമ്മളെ ഫോണിലുണ്ടെങ്കിൽ എന്നല്ല, മൊബൈൽ ആപ്പ് ഫോണിലുണ്ടെങ്കിൽ ആ ഫോൺ വെച്ചാണ് നമ്മൾ അടുത്ത് പോകുന്നെങ്കിലും ഇതിങ്ങനെ തുറക്കും. ശരിക്കും ഒരു കാർഡിന്റെ ഒരു ഐഡന്റിറ്റി ഇതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതാവില്ലേ. അതായത് ഇപ്പൊ കാർഡ് ഉള്ള ഒരാള്, അതായത് ഈയാണ് ഇപ്പൊ ആ വണ്ടിന്റെ ഓണർ, നിന്റെ അടുത്ത് കാറുണ്ട്, പക്ഷെ നിന്റെ ഒരു ഐഡന്റിറ്റി ഫീച്ചർ അതിലുണ്ടെങ്കിൽ നിന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോ ഓക്കെ വാതിൽ തുറക്കും. ബാക്കിയുള്ളവരൊക്കെ കാർഡായി വന്നാലും അൺലോക്ക് ചെയ്യണം. അതൊരു നല്ലൊരു ഫീച്ചർ ആകും. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ ആക്ച്വൽ ഒരു കീ ഉണ്ട്, കീ ഫോബ് പോലത്തെ പേരിന്, അതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ആണെങ്കിൽ ഈ 3 വഴികളിലൂടെ നമുക്ക് കാറിന്റെ ഉള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞാൽ ഈ ടെസ്ലന്റെ ഫോൺ ആപ്പില്
എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഞാൻ കുറെ റീൽ ലൈറ്റ് ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ, ലൈറ്റ് ഓൺ ഓഫ്, കാർ സ്റ്റാർട്ട് ചെയ്യുക, ട്രങ്ക് ഓപ്പണിങ്, ഇതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കാനഡയിലെ വിന്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി സ്നോ ഒക്കെ ക്ലിയർ ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങനെയൊക്കെയുള്ള എന്താ AC ഓണാക്കി ഹീറ്റ് ഓണാക്കി ഒക്കെ വെക്കുന്നതിന് പകരം നമുക്ക് ഫോണില് വണ്ടി സ്റ്റാർട്ടാക്കി കാറിന്റെ ടെമ്പറേച്ചർ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. സംഭവം ആ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇവര് നോട്ടിഫൈ ചെയ്യും. ഒരു ഡൗട്ട് ഉണ്ട്, അതായത് ഇപ്പൊ നമ്മള് ഇതേപോലെ ഇങ്ങനെ വണ്ടി ഓൺ ആക്കിയിടും, നമ്മള് വരുമല്ലോ. അപ്പൊ ഈ ഒരു ടൈമിൽ ഇപ്പൊ ഒരാള് വന്നിട്ട് ആ വണ്ടി എടുത്ത് കൊണ്ടുപോവാ അയാൾക്ക് വേണമെങ്കിൽ ഇല്ല. പക്ഷെ ടെസ്ലയില് അത് പോസിബിൾ ആണോ? അല്ല, കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഈ കാർഡ് നമ്മള് എന്താ കപ്പ് ഹോൾഡർ ഉണ്ട്, കപ്പ് ഹോൾഡറിന്റെ അവിടെ ടാപ്പ് ചെയ്യണം, എന്നാലും ഡ്രൈവബിൾ ആവുള്ളൂ കാറ്. ഒരു മാർഗം വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ അതൊരു ഫീച്ചർ. പിന്നെ ഇന്റീരിയർ എന്ന് പറഞ്ഞാല് സെമീർ ഇന്റീരിയറിനെ കുറിച്ച് പറയും. ഇന്റീരിയർ പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് എലഗന്റ് ആണ്, പക്ഷെ ഭയങ്കര ക്ലാസി ആയിട്ടാണ്. പിന്നെ സാധാരണ നമ്മളൊരു കാറ് കയറുമ്പോ നമ്മളെ നടുവില് ഇപ്പം ഇവിടെ ഒരു ഗിയർ ബോക്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ സ്റ്റിയറിംഗിന്റെ അവിടെ ആയിരിക്കും ഗിയർ ബോക്സ്. ഓക്കെ, സാരല്ല. നടുവില് നമ്മളൊരു പാട്ട് ഇതൊക്കെ പ്ലേ ചെയ്യാനുള്ളതും കുറെ AC-ന്റെ സ്വിച്ചസ് അങ്ങനെ കുറെ ഉണ്ടാവും. പിന്നെ നമ്മളെ ഡ്രൈവറിന്റെ ആ ഒരു ഫ്രണ്ടില് മറ്റേ സ്പീഡോമീറ്റർ, RPM മീറ്റർ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ AC-ന്റെ ഡെന്റുകൾ ഉണ്ടാവും. പക്ഷെ ഇതിൽ പറഞ്ഞാല് ഈ ഒരു സ്റ്റിയറിംഗ് കഴിഞ്ഞാല് പിന്നെ നടുവില് ഒരു 17-18 ഇഞ്ചിന്റെ ഒരു TV പോലത്തെ ഒരു സ്ക്രീന്. ആ സ്ക്രീനിലാണ് എല്ലാം. സ്പീഡോമീറ്റർ ആവട്ടെ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോ വരുന്ന ഇൻഡിക്കേഷൻ ലൈറ്റ്, ഉള്ളിൽ വരുന്ന ഇൻഡിക്കേഷൻ ലൈറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് ഇത് കാര്യങ്ങൾ AC കൺട്രോൾ ചെയ്യാതെ ഫുള്ള് ആ ഒരൊറ്റ സ്ക്രീനില്. അത്രക്കും മിനിമൽ ഇന്റീരിയർ ആണ് എല്ലാ സംഭവം. ഇത് ടെസ്ല മോഡൽ വൈനെ കുറിച്ചാണ്. ഞാനും സെമീറും ഡ്രൈവ് ചെയ്ത ടെസ്ല മോഡൽ വൈ ആണ്. അതായത് ഒരു SUV ആണ്, 5 സീറ്റർ SUV ആണ് കാറ്. അപ്പോ കോമ്പാക്ട് SUV അല്ല, ഫുൾ സൈസ് SUV. എന്നിട്ട് 5 സീറ്റർ. അപ്പൊ ഇതിൽ ഫുൾ സൈസ് SUV പറയുമ്പോൾ 7 സീറ്റർ ആവൂലേ? ഇല്ല, നിർബന്ധമല്ല, 5 സീറ്ററിലും കിട്ടും. എനിക്ക് കാറിനെ കുറിച്ച് അത്ര അറിയില്ല, ഞങ്ങളൊരു POV ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോ ഇത് ഫുൾ സൈസ് SUV ആണ്. അപ്പൊ എന്താ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാല് സെമീർ പറഞ്ഞ പോലെ തന്നെ AC-ന്റെ വെന്റ് കാണാൻ പറ്റില്ല, അതൊക്കെ ഹിഡൻ അവേ ആണ്. അതൊക്കെ ഇങ്ങനെ ഒരു വുഡൻ ട്രിം ഉണ്ട്, ആ ട്രിമ്മിന്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. പിന്നെ ഫ്ലൈറ്റിലൊക്കെ അങ്ങനെ AC-ന്റെ ഇത് കാണൂല. അതെ, ക്ലീൻ ഇന്റീരിയർ, അനാവശ്യമായിട്ട് ഒന്നുമില്ല. ഫുൾ കുറെ സ്പേസും കുറെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാം കൺട്രോൾ ചെയ്യാൻ സെമീർ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ നിന്നാണ്. നമ്മള് AC-ന്റെ വെന്റ് നമ്മളെ അടുത്തേക്ക് ഡയറക്ഷൻ ആക്കണമെങ്കിലൊക്കെ നമ്മൾ സ്ക്രീനിലാണ് കൺട്രോൾ ചെയ്യാം. ഒരു കണക്കിന് എനിക്ക് ഒരു ഓവർ റിലയൻസ് ഓൺ സ്ക്രീൻ എന്നുള്ള പോലെ എനിക്ക് തോന്നി ടെക്നോളജി. എനിക്കിങ്ങനെ നമ്മൾക്ക് ഗ്ലൗ ബോക്സ് ഇല്ലേ, അതായത് പാസഞ്ചർ സീറ്റിൽ തുറക്കാവുന്ന ഗ്ലൗ ബോക്സ്, അത് തുറക്കണമെങ്കിൽ വരെ നമ്മൾ സ്ക്രീനിലാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുക കുറക്കുക, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന പെട്ടെന്ന് ഇങ്ങനെ തിരിക്കുക, ബട്ടൺ വെക്കുക, അങ്ങനെയൊക്കെ അല്ലേ ചെയ്യാം. അങ്ങനെയൊക്കെ അതൊക്കെ സ്ക്രീനിൽ. അപ്പൊ സ്ക്രീനിലാകുമ്പോൾ നമ്മൾ അത് ഭയങ്കരമായിട്ട് അറ്റൻഷനായിട്ട്, ടച്ച് സ്ക്രീൻ അല്ലേ, നമ്മളെന്തായാലും നിർത്തിയിട്ടോ അല്ലെങ്കിൽ അപ്പൊ അതെ. പിന്നെ വൈപ്പർ ഇടണമെങ്കിൽ, വൈപ്പർ എന്ന് പറഞ്ഞാല് കാനഡയില് എപ്പോഴും മഴ പെയ്യും, മഴ പെയ്യാതെ പെട്ടെന്ന് മഴ കൂടും, പെട്ടെന്ന് കുറയും. മഞ്ഞ് അല്ലെ ഫ്രോസ്റ്റ് വരികയാണെങ്കിൽ തന്നെ നമ്മള് വാഷർ ലിക്വിഡ് ഇട്ട് വൈപ്പർ കൊണ്ട്. അപ്പൊ വൈപ്പർ നമ്മളിങ്ങനെ മുകളിക്ക് തട്ടാ താഴേക്ക് തട്ടാ, മുകളിക്ക് തട്ടാ താഴേക്ക് തട്ടാ, അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് വൈപ്പറും കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് സ്ക്രീനിലൂടെ കൺട്രോൾ ചെയ്യാം. പക്ഷെ വൺ ടാപ്പ് ആണ്, അതോ ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോകണം, ഫീച്ചർ കിട്ടും, വൺ ടാപ്പിൽ കിട്ടും. പക്ഷെ എന്നാലും അങ്ങനെയാണ്. അപ്പൊ നമ്മളിങ്ങനെ കണ്ണിങ്ങനെ നോക്കണം, നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ തട്ടുന്ന മെമ്മറിയിൽ നമുക്ക് എപ്പോഴും ഇൻഡിക്കേറ്റർ ആണെങ്കിലും പക്ഷെ ഇൻഡിക്കേറ്റർ ഇത് സാധനം ഉണ്ട് കേട്ടോ. അതെ, അപ്പൊ അങ്ങനെയാണ് ഉള്ളത്. കാരണം വൈപ്പറിന്റെ അവിടെ ഗിയറിന്റെ ഇതാണ് വരുന്നത്, റിവേഴ്സ് ഡ്രൈവ്. അതെ. അപ്പൊ എന്നിട്ട് ഈ വൈപ്പർ പക്ഷെ വേറെ സംഭവം ഉണ്ട്, ഓട്ടോ മോഡ് ഉണ്ട്. ഓട്ടോ മോഡ് ഇട്ടാല് താനെ, അത് ശരിയാ, വൈപ്പർ നമ്മള് പോയിക്കൊണ്ടിരിക്കുമ്പോ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിയപ്പോ വൈപ്പർ ഇങ്ങനെ വൈപ്പർ ഫുൾ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ മാനുവലി കൺട്രോൾ ചെയ്യാം സ്ക്രീനിലൂടെ, പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഉണ്ട്. അതും സെൻസറൊക്കെ അടിപൊളിയാ. ചെറിയൊരു മഴത്തുള്ളി വന്നപ്പോ തന്നെ ആള് അതെ, അങ്ങനെയാണുള്ളത്. പിന്നെ വേറെയുള്ള കാര്യം പറഞ്ഞാൽ സെമീർ പറഞ്ഞ പോലെ ഏതൊരു കാറായാലും ഗിയർ സെലക്ടർ ഉണ്ടാവും, ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുണ്ടാവും. ഈ കാറിന് ആ സംഭവം ഇല്ല.
പകരം എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ വൈപ്പർ ഇടുന്ന സ്ഥലത്ത് വൈപ്പറിന്റെ പോലത്തെ ഒരു സ്റ്റിക്ക് ഉണ്ട്. ഈ സ്റ്റിക്ക് നമ്മൾ താഴേക്ക് ഏറ്റവും കൂടുതലാക്കിയാൽ ഡ്രൈവ് നേരെ പോകാന്, മുകളിലേക്ക് നല്ലതാക്കിയാല് റിവേഴ്സ്. പിന്നെ അതിന്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ വെക്കാല് കാർ പാർക്കിലാകും. അതാണ് ഉള്ളത്. ന്യൂട്രല് ജസ്റ്റ് ഒന്ന് താഴേക്ക് ആക്കിയാല് ന്യൂട്രലിലും ആകും. ഇതിപ്പം കേൾക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇതിനോടൊരു ഇഷ്ടം കൊണ്ട് ഞാൻ പറയാന്നുള്ളൂ. നിങ്ങള് ബെയർ വിത്ത് മീ അങ്ങനെയാണ് പറയുന്നത്. പിന്നെയാണ് ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളിലേക്ക് കടക്കാൻ. ഞാന് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാറ് കയറാൻ നമ്മൾ കാറിന്റെ അടുത്ത് പോകുമ്പോൾ കാറ് ഡോർ തുറന്നു തരുന്നു, നമ്മൾ അകത്തിരുന്നിട്ട് കാറ് പിടിച്ച് നമ്മൾ ഡോർ അടക്കണമെന്നില്ല, നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ ഡോർ താനെ അടയും. അത് 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 റോൾസ് റോയ്സിലുള്ള ഒരു ഫീച്ചറാണ്, പക്ഷെ അത് ഈ ടെസ്ലയിലും ഉണ്ട്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഈ സ്ക്രീനില് ഈ കാറിന് ചുറ്റും മൊത്തം ക്യാമറാസ് ആണ്. ഫുൾ ക്യാമറാസ് ആണ്. എന്നിട്ട് ഈ ക്യാമറാസ് ഫുൾ ടൈം നമ്മളെ ചുറ്റുള്ള എൻവയറമെന്റ് ഇങ്ങനെ റീഡ് ചെയ്തോണ്ടേ എൻഹാൻസ്ഡ് ക്യാമറ. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് വീടിന്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ക്യാമറ ഫ്രണ്ട് വ്യൂ റിയർ വ്യൂ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ആക്ച്വൽ സിനാരിയോയില് വൻ ഡാർക്ക്, പക്ഷെ ക്യാമറയിൽ വൻ ക്ലിയർ ആയിട്ട്. അതേപോലെ തന്നെ നമ്മള് ഇപ്പം ലെഫ്റ്റിക്കോ റൈറ്റിക്കോ ഒക്കെ തിരിയുമ്പോൾ നമ്മൾ സൈഡ് മിറർ നോക്കിയിട്ടാണല്ലോ തിരിയുക. ഇത് നമ്മൾ റൈറ്റിക്കോ ലെഫ്റ്റിക്കോ ഇൻഡിക്കേറ്റർ ഇട്ടാല് ആ സൈഡിലെ സൈഡ് മിററിന്റെ അടുത്തുള്ള ക്യാമറയുടെ ഫീഡ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതിൽ ബ്ലൈൻഡ് സ്പോട്ടും ഉണ്ടോ? ബ്ലൈൻഡ് സ്പോട്ടിനാണ് അത് കാണിക്കണേ. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ചാൽ രാത്രിയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്നെങ്കിൽ നമ്മൾ സൈഡ് മിററിൽ നോക്കുന്നേക്കാളും ക്ലിയർ ആയിട്ടാണ് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ഇവിടെ ഈ കൺട്രി സൈഡിലൂടെ ഒക്കെ പോകുമ്പോ സ്ട്രീറ്റ് ലൈറ്റോ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ബാക്കിൽ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ പിച്ച് ഡാർക്കാണ്, ഒന്നും കാണൂല, ഒരു ഗസ്സിലാണ് പിന്നല്ലോ. അതെ. അപ്പോൾ എന്നിട്ട് അത് അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡ് മിറർ, റൈറ്റിലേക്ക് തിരിഞ്ഞ് റൈറ്റ് സൈഡ് മിറർ ഒക്കെ നോക്കുന്ന ഇതൊന്നുമില്ല, എല്ലാം ഒരു സ്ഥലത്ത് നോക്കിയാൽ മതി സ്ക്രീനിൽ അങ്ങനെ. എന്നിട്ട് ഈ കമ്പ്യൂട്ടർ ഇത് ഫുള്ള് നമ്മൾ കാർ എത്ര നേരം ഓടിക്കുന്നു അത്ര നേരം ഇതിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്താ ഗൂഗിൾ മാപ്സ് ഒന്നും നോക്കിയിട്ടല്ല, അത് താനെ ക്യാമറ ഫീഡ് വെച്ചിട്ട് എവിടെയാണ് ലൈൻ ഉള്ളത്, എവിടെയാണ് ആൾക്കാർ നടക്കുന്നത്, ഇതിന്റെ ബി-റോൾ ക്ലിപ്സ് ഞങ്ങൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ വീഡിയോ വേർഷനിൽ അല്ല കാണുന്നെങ്കിൽ വീഡിയോ വേർഷനിൽ എടുത്ത് നോക്കുന്നതായിരിക്കും ബെസ്റ്റ്. അതെ, കാരണം നമ്മൾ ആ ഒരു സ്ക്രീനിൽ നോക്കുമ്പോ ഇപ്പൊ ആൾക്കാർ അതിലൂടെ നടന്നുകൊണ്ടെങ്കിൽ അവരുടെ അവതാർസ് ഒക്കെ നമ്മൾ സ്ക്രീനിൽ ഒരു വൈറ്റ് അവതാർ ഇങ്ങനെ നടന്നു പോകുന്ന കാണും. ഒരാൾ സൈക്കിൾ ഔട്ടി പോണെങ്കിൽ ആ സൈക്കിൾ ഇങ്ങനെ കാണും. കാർസ്, ട്രക്ക് ആണെങ്കിൽ ട്രക്ക് മനസ്സിലാവും, ബസ് ആണെങ്കിൽ ബസ് മനസ്സിലാവും. കറക്റ്റ് നമ്മളൊരു ഗെയിം കളിക്കുന്ന പോലെ. ഈ ഡോക്ടർ ഡ്രൈവ് ഓർമ്മയില്ല, നമ്മള് ഡോക്ടർ ഡ്രൈവിൽ ഒരു സ്ക്രീനാണല്ലോ, ആ സ്ക്രീൻ വെച്ചിട്ട് നമ്മളിങ്ങനെ കളിക്കല്ലേ. അതേപോലെ ടെസ്ല ഓടിക്കുമ്പോ നമ്മള് നടുവില് സ്ക്രീൻ ഉണ്ടാവുമ്പോ ആ സ്ക്രീന് ഫുള്ള് റിലേ ചെയ്ത് നമ്മളിത് ഇങ്ങനെ ഓട്ടുമ്പോ കറക്റ്റ് നമ്മളാ ഒരു ഗെയിം ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ, നമ്മൾ കാർ നിർത്തിയിടുകയാണെങ്കിൽ നമുക്ക് കാറിൽ തന്നെ യൂട്യൂബ് കിട്ടും, നമുക്ക് നെറ്റ്ഫ്ലിക്സ് കിട്ടും, പിന്നെ ട്വിച്ച് ഉണ്ട്, PS5 കണക്ട് ചെയ്തിട്ട് കളിക്കാം. അങ്ങനെയൊക്കെ പല ഫീച്ചേഴ്സും ഇതിൽ തന്നെ. പിന്നെ ഇതിൽ തന്നെ ഉള്ള ഗെയിംസ് ഉണ്ട്, ബിൽറ്റ് ഇൻ ഗെയിംസ്, ചെസ്, സുഡോക്കു, അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. പക്ഷെ റേസിംഗ് ഗെയിം ഉണ്ട്. ഈ റേസിംഗ് ഗെയിം മാരിയോ കാർട്ടൊക്കെ പോലത്തെ ഒരു ബീച്ച് ബഗ്ഗി എന്ന് എന്തോ ആ പേര്. ഈ ഗെയിം കളിക്കുമ്പോൾ കാർ നിർത്തിയിട്ടിട്ടാണെങ്കിൽ നമ്മളുടെ സ്റ്റിയറിംഗ് വെച്ചിട്ടാണ് ഗെയിമിൽ തിരിയുക, ആർക്കേഡ് ഗെയിം പോലെ. എന്തായാലും ഒരു കാറാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യണത്. കൊള്ളാം. ഞാൻ അതല്ല ആലോചിക്കണേ, നീ ദുൽഖർ സൽമാന്റെ കണ്ണും കൊള്ളയെടുത്താൽ അതില് ലാസ്റ്റ് വരെ ടെക്ക് വെച്ചിട്ട് കാറ് ഹാക്ക് ചെയ്യും. അപ്പൊ അതും ഇത് വെച്ച് ഈസിലി ചെയ്തൂടെ ഒരു നല്ലൊരു അഡ്വാൻസ്ഡ് ഹാക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഒരു ഭാഗത്ത് അവരിങ്ങനെ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ നിൽക്കും, മറുഭാഗത്ത് നിന്ന് ഇലോൺ മസ്കും അവരുടെ ടീമും ഇതൊക്കെ സൈബർ സെക്യൂരിറ്റി പോലെ അവരത് പ്രിവെന്റ് ചെയ്യാൻ നോക്കും. ഇപ്പൊ നമ്മളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് ഇതൊക്കെ ഡിജിറ്റലി ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു വിശ്വാസം. നമ്മുടെ ഫോണിൽ നമ്മളെ എത്ര പ്രൈവറ്റ് ഇൻഫർമേഷനും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, അതും ഹാക്കബിൾ ആണ്. അതെ, നമ്മൾ പക്ഷെ എന്നാലും അതൊക്കെ കൊണ്ട് നടക്കുന്നില്ലേ. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. ഇപ്പൊ ഫോൺ ഹാക്ക് ചെയ്യാറിനാല് ഫോണിലെ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്യാം, പക്ഷെ കാർ ഹാക്ക് ചെയ്ത കാർ തന്നെ കിട്ടാണ്. അതില് ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായി. പ്രോസ് ആൻഡ് കോൺസ്. നമ്മള് പക്ഷെ ഐ ഗസ് ഇവരുടെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇതൊക്കെ വൺ സ്ട്രോങ് അഡ്വാൻസ് ടീമാണ്. അവര് അത്രയും അഡ്വാൻസ് ടീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ കാർ ആൻഡ് വാട്ട് ടെസ്ല ഈസ് നോൺ ഫോർ ടെസ്ല ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഓട്ടോ പൈലറ്റ്. അതെ,
അത് അറിയാത്തവരുണ്ടെങ്കിൽ സയാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെ, ടെസ്ലക്ക് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെസ്ലക്ക് കംപ്ലീറ്റ്ലി സെൽഫായിട്ട് ഒറ്റക്ക് നമ്മളെ ഇൻപുട്ട് ഇല്ലാതെ ഒറ്റക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ ഈ സെൽഫ് ഡ്രൈവിംഗ് ഓട്ടോ പൈലറ്റ് എന്നുള്ള മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിറ്ററലി സെമീറിന്റെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോൾ ഞാൻ അതിൽ സ്റ്റിയറിംഗ് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നോക്കി നമ്മളെ ഐഫോണിലൊക്കെ പോലെ സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ പോലത്തെ ഒരു ബട്ടനാണ്. അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞേ നാവിഗേറ്റ് ടു 59 കാൾട്ടൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ മാപ്പ് നോക്കിയിട്ട് എന്നെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ദൂരം എന്തുകൊണ്ട് 15-20 മിനിറ്റ് എടുക്കും. കംപ്ലീറ്റ്ലി സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് എന്നെ വീട്ടിലെത്തിച്ച്. ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂമൻസിനെക്കാട്ടിലും അടിപൊളി ഡ്രൈവിംഗ്. അതെ, അതായത് ഒരു ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ നമ്മള് ഓട്ടോ പൈലറ്റ് ഓടിക്കുമ്പോള് ട്രാഫിക്കില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഗ്രീനുള്ള യെല്ലോ ആയി റെഡ് ആയി. അപ്പൊ റെഡ് സിഗ്നലില് നമ്മൾ നിർത്തുമല്ലോ, വണ്ടി നിർത്തുമല്ലോ. അതെ, പക്ഷെ ഇത് വണ്ടി അങ്ങ് പോയിട്ട് അവിടെ ഞാൻ സെമീറിനോട് പറയാതോ നമ്മളെക്കാളും നന്നായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ഈ കാറ്. അടിപൊളി ബ്രേക്കിങ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടേൺ എടുക്കുമ്പോഴൊക്കെ ഹ്യൂമൻസിന്റെ ഒരു ടേണിംഗ് ഒക്കെ ഏകദേശം ഒരു 80% ആൾക്കാരുടെ ഒരു ഡ്രൈവിംഗ് നമുക്ക് അറിയാമല്ലോ. പക്ഷെ ഇവര് പറഞ്ഞ ടേൺ ഒക്കെ എടുക്കുമ്പോ കറക്റ്റ്, അതായത് നമ്മളിങ്ങനെ പ്രൊട്രാക്ടറും മറ്റേ കോമ്പസ് ഒക്കെ വെച്ച് ഇങ്ങനെ വരച്ചിട്ട് ആ ആർക്ക് വഴി ഇങ്ങനെ കറക്റ്റ് വണ്ടി ടേൺ ചെയ്യുന്നത്. അതെ, നമ്മള് എന്താ റെഡ് ലൈറ്റ് വരുമ്പോ കാർ നിർത്തും, ഗ്രീൻ ലൈറ്റ് ആകുമ്പോ കാർ പോകും, റോബോട്ട്. അതെ, സ്റ്റോപ്പ് സിഗ്നൽ വരുമ്പോ ഇത് നിർത്തും, എന്നിട്ട് സ്റ്റോപ്പ് സിഗ്നൽ മാറുമ്പോ അത് പോകും. ഇതൊന്നും ഗൂഗിൾ മാപ്സ് നോക്കിയിട്ടല്ല അത് ചെയ്യണത്, ഇത് ക്യാമറ ഫീഡ് ഡിറ്റക്ട് ചെയ്യാണ്. അതുപോലെ നമ്മളെ മുന്നിലുള്ള കാർ നിർത്തുമ്പം ഇത് നിർത്തും. ഞാൻ എന്താ സെൽഫ് ഡ്രൈവിംഗ് അല്ലാതെ ഞാൻ ഓടിച്ചോണ്ടിരുന്നപ്പം പെട്ടെന്ന് എന്റെ മുന്നിലെ കാർ പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് ചവിട്ടി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അത് കണ്ട് ബ്രേക്ക് ചവിട്ടുന്നതിന് മുന്നേ ടെസ്ലന്റെ സോഫ്റ്റ്വെയർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന എന്റെ മുന്നിലുള്ള കാർ റെഡ് കളറായി. അലേർട്ട് ആവാൻ വൈറ്റ് ഉള്ളത് റെഡ് കളറായി ആ കാറ്. അതായത് ബി കെയർഫുൾ. അപ്പൊ ഞാൻ എന്റെ കണ്ണിന്ന് നോട്ടീസ് ചെയ്യുന്നതിന് മുന്നേ കാറ് നോട്ടീസ് ചെയ്തു. അത്രക്കും റിഫ്ലെക്സ്. പിന്നെ അതുപോലെ തന്നെ ഈ കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ജനറേഷനിലെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ കാർ പോലെ എനിക്ക് തോന്നി. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു സംഭവമാണ്, ഞാൻ റെഡ് ലൈറ്റിൽ നിർത്തുമ്പോൾ ഞാൻ അപ്പോൾ ഫോൺ എടുത്തിട്ട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പിന്നെ ഗ്രീൻ ലൈറ്റ് ആവുന്ന പലപ്പോഴും ഞാൻ അറിയാറില്ല. പിന്നെ ഇവിടെ കനേഡിയൻസ് ആയതുകൊണ്ട് ഹോണൊന്നും അടിക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഗ്രീൻ ആയി എന്നിട്ട് ഞാൻ വേഗം പോല. ഇപ്പൊ ടെസ്ലയിൽ ഒരു ഫീച്ചർ ഉണ്ട്, ഈ ഫീച്ചർ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആണ്. എന്താന്ന് വെച്ചാല് റെഡ് ലൈറ്റിൽ നമ്മൾ നിർത്തിയിട്ട് സിഗ്നൽ ഗ്രീൻ ആകുമ്പോൾ എന്താ കാറ് ടിങ് എന്നിട്ടൊരു സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഗ്രീൻ ആയിക്കണെന്ന് നമ്മൾ അറിയിക്കണം. ഫുഡൊക്കെ വെച്ച് ഫുഡ് റെഡി ആകുമ്പോൾ ടിങ് എന്ന് പറഞ്ഞിരുന്ന അതേ സൗണ്ട്. അപ്പൊ ഞാന് ധൈര്യമായിട്ട് ഇനി ഫോൺ ഉപയോഗിക്കാന്നുള്ള പോലെ ആയിരുന്നു. ഞാൻ എന്നിട്ട് റെഡ് ലൈറ്റിൽ നിർത്തുന്നു, ഫോൺ ഉപയോഗിക്കുന്നു, ടിങ് ഓക്കെ ഫോൺ എടുത്ത് വെക്കുന്നു, പോകുന്നു. അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങ് സെമീർ പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതായത് ഒരു 10,000 years ago ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അതാ കാർ ഉണ്ടെന്ന് മാത്രമല്ല, കാർ നമ്മളെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു. അതും മഴയൊക്കെ പെയ്തിട്ട്, രാത്രി മഴയൊക്കെ പെയ്തിട്ടും ഇത് പെർഫെക്റ്റ് ആയിട്ട്. അതെ, ഗുഡ് ടു ബി ഇൻ ദിസ് എറ. അതെ, ആലോചിച്ച നമ്മൾ 10,000 years ago ഒക്കെ ജനിച്ചിണെങ്കിൽ നമ്മള് കാട്ടിലൂടെ ഇങ്ങനെ മറ്റേ ഫ്രൂട്ട്സും ഇതൊക്കെ ഇതാക്കി മൃഗങ്ങളൊക്കെ വേട്ടയാടി കഴിച്ച് പിന്നെ കമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്ത് പോപ്പുലേഷൻ ഒക്കെ ബിൽഡ് ചെയ്ത് അതായിരുന്നു നമ്മളൊരു എന്റർടൈൻമെന്റ്. പോഡ്കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതെ, പിന്നെ സംസാരിക്കുമെന്ന് തന്നെ അറിയില്ല, ഭാഷകൾ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മളൊരു ലാംഗ്വേജ് സംസാരൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ജീവിക്കുന്ന ഗ്രേറ്റ്ഫുൾ, അൽഹംദുലില്ലാഹ്. അതെ, എനിക്ക് കാറ് ഭയങ്കര ലിറ്ററലി ഒരു ടോയ് കാറൊക്കെ പോലെ എനിക്ക് തോന്നിയത്. അതെ, ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഈ കാറിനെ കുറിച്ച് സ്റ്റോറി ഇട്ടപ്പോ എന്റെ ഒരു കസിന് മെസ്സേജ് അയച്ച്, നമ്മള് പണ്ട് അതായത് 2013-12 നമ്മളിങ്ങനെ മീംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ 25 ആവുമ്പോ ഇങ്ങനത്തെ കാറുകളൊക്കെ പറക്കണ കാർ വരും, ഇങ്ങനെ ഈ സെൽഫായിട്ട് ഓടിക്കണ കാർ വരുന്നൊക്കെ. അന്നൊക്കെ നമ്മളതൊരു ക്ലോസ് ടു ഇമ്പോസിബിൾ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വിചാരിച്ച് നമ്മളിപ്പോ ആ ഒരു ഫ്യൂച്ചറിൽ എത്തിക്കഴിഞ്ഞു. അതൊന്ന്. പിന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ റിപ്ലൈ ചെയ്യുന്നു, മനുഷ്യന്മാരെ കൂടുതൽ മടിയന്മാരാക്കാനുള്ള
ടെക്നോളജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഇതൊരു ഡെയിലി ലൈഫ് യൂസിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ്. ഇപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ ഓട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കയറി ഓട്ടോ പൈലറ്റ് ഇട്ടാൽ ഇപ്പം നമ്മളെപ്പോലുള്ള ഒരാൾക്കാർ ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമുക്ക് ഈ പോഡ്കാസ്റ്റ്, റീല്, കാര്യങ്ങൾ, സ്റ്റഡീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് എല്ലാത്തിനും നമ്മൾ മൊബൈലും ലാപ്പും ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരാൾക്കാർക്ക് അല്ലെ ബിസിനസ് ഒക്കെ ഡിജിറ്റലി കൊണ്ടെടുക്കണം, ഗ്ലോബലി ഒക്കെ റൺ ചെയ്യുന്ന ഒരാൾക്കൊക്കെ ബിസിനസ് ഒക്കെ ഉള്ള ആൾ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അവർക്കൊക്കെ. അവർക്ക് ഈ ഡ്രൈവിംഗ് ടൈം പറഞ്ഞാൽ ഒരു ലൈബിലിറ്റി ഒക്കെ പോരാ. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ആൾക്കാർ എന്നോട് പറയും ഇലക്ട്രിക് കാർ, ഞാൻ ഒരു കാർ എന്തൂസിയസ്റ്റ് ആണ്, എനിക്ക് കാർസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ കാർ ഗൈസ് എനിക്ക് മെസ്സേജ് അയച്ച് പറയാറുണ്ട്, ടെസ്ല ഇലക്ട്രിക് കാർ, ബാറ്ററിക്ക് ഓടുന്ന കാറ്, ഒരു സൗണ്ടും ഉണ്ടാക്കില്ല. അതായത് ഈ കാർ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സൈലന്റാ, എഞ്ചിന്റെ സൗണ്ട് ഇല്ല, ഒന്നുമില്ല. നമ്മളൊരു റിമോട്ട് കൺട്രോൾ കാറൊക്കെ ഓടിക്കുമ്പോ എങ്ങനെയാ അതേപോലെയാണ്. ആ സൗണ്ടും ഇല്ല. എന്നിട്ട് ഇവര് കാറ് റിവേഴ്സ് ചെയ്യുമ്പോ ഇവര് ആർട്ടിഫിഷ്യലി ഒരു സൗണ്ട് കൊടുത്തേക്കാണ് പുറത്തേക്ക്, ആൾക്കാർക്ക് അറിയാൻ ഇങ്ങനെ ഒരു കാറ് വരുന്നുണ്ട്, കാരണം സൗണ്ട് ഇല്ലല്ലോ. അങ്ങനെ അപ്പൊ ഇതേപോലെ BMW ഓക്കെ. പക്ഷെ BMW ഞാൻ കണ്ടിരുന്ന ഒരു റീലില് അതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഓക്കെ അതല്ല ടോപ്പിക്. BMW ഇതേപോലെ അവരുടെ കാറ് വൺ സൈലന്റ്, പക്ഷെ അവര് സ്പീക്കേഴ്സ് വഴി കാറിന്റെ വോയിസ് കൊടുത്ത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൗണ്ട് ഇങ്ങനെ കേൾക്കാം വണ്ടി നീങ്ങുമ്പോ. അപ്പൊ അങ്ങനെയാണ് ഈ കാർ ഉള്ളത്. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എന്താ സംഭവം ഞാൻ മറന്നു. മടിയന്മാര്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ആൾക്കാരുണ്ട് നമ്മ കാർ ഓടിക്കുമ്പോ ആ ഒരു പാഷൻ, ആ ഒരു ഫീലിംഗ്, ഗിയർ മാറ്റം, എഞ്ചിന്റെ സൗണ്ട്, ഇതൊക്കെ ഭയങ്കര അടിപൊളി ഫീഡ്ബാക്ക് അല്ലേ, ഇതൊക്കെ ഇല്ലാതെ ഈ കാറൊക്കെ ഓടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ മിക്ക ആൾക്കാരും മിക്ക സമയത്ത് കാർ ഓടിക്കുമ്പോഴും അവര് ഒരു ജോയ് റൈഡിന് വേണ്ടിയും പ്ലഷറിന് വേണ്ടിയും അല്ല കാർ ഓടിക്കുന്നത്. അവര് A to B എത്താൻ, വർക്കിലേക്ക് പോകാൻ, വർക്കിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ, സാധനം വാങ്ങിക്കാൻ പോകാൻ, സാധനത്തിൽ നിന്ന് വീട്ടിലെത്താൻ, ട്രാഫിക്കിൽ സ്റ്റക്കായിട്ട് അങ്ങനെയൊക്കെയാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ നാട്ടിലൊക്കെ അറിയില്ല, ട്രാഫിക്കിൽ സ്റ്റക്കായ ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് കുറച്ച് നിർത്തുന്നു. പിന്നെ ഞാൻ കോഴിക്കോടൊക്കെ വരുമ്പോ കാലൊക്കെ ഒരു വിധായി. അതെ, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോ അതൊന്നും പ്ലഷറോ ജോയ് റൈഡോ ഒന്നുമല്ല, അത് മെനക്കേടാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഈ കാറ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവനാ. നമ്മളെ ഓട്ടോ പൈലറ്റിൽ അങ്ങ് ഇട്ടാല് പിന്നെ നമ്മളൊന്നും അറിയണ്ട. ആകെ എന്താന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാനായിട്ടില്ല. അപ്പൊ ഇവര് നമ്മളെ കൈ ഇടക്കിടക്ക് സ്റ്റിയറിംഗിനെ വെച്ചിട്ട് ഒന്ന് അനക്കി കൊടുക്കാൻ പറയും. അതായത് നമ്മള് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് റോഡിനെ കാണിക്കാൻ വേണ്ടി മാത്രം, ആ ഒരു ഇതുള്ളൂ. അപ്പൊ ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ സ്റ്റക്ക് ആകുമ്പോൾ, അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റ് ഒക്കെ കുറെ ഉള്ള റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ, അതൊക്കെയാണ് മിക്ക ആൾക്കാരുടെ ഡ്രൈവിംഗ് പാറ്റേൺസ്. അല്ലാതെ ഒരു ഫണ്ടിന് വേണ്ടി നല്ല റോഡിലൂടെ ഒക്കെ അങ്ങനെ ഓടിക്കുന്നതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഓട്ടോ പൈലറ്റ് ഇട്ടിട്ട് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഫ്യൂച്ചറിൽ ഇപ്പൊ പറ്റൂല, ഫ്യൂച്ചറിൽ ഇപ്പോഴും പറ്റും, പറ്റായിരുന്നില്ല, ലീഗലി പറ്റില്ല എന്നുള്ളൂ. സത്യത്തില് ഫോണൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നം, അത്രക്ക് റിലയബിൾ ആ സാധനം. 95% ഓഫ് ദ ടൈമും പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. എപ്പോഴാ അതിന് ഒരു ഇതൊക്കെ വരുന്ന പറഞ്ഞാല് നമ്മുടെ അടുത്തുള്ള ഡ്രൈവേഴ്സോ അടുത്തുള്ള കാർസോ എന്തെങ്കിലും ഒന്ന് തെറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇതും ഈ കാറ് പാനിക് ആവുന്ന പോലെ തോന്നുക. ടേൺസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കഴിയുമെങ്കിൽ, ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാലും കഴിയുമെങ്കിൽ ഒരു ടെസ്ല കാർ ഓടിച്ചു നോക്കൂ. നിങ്ങൾ ഇത്ര കാലം ഡ്രൈവ് ചെയ്ത എല്ലാ കാറിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറാണ് എക്സ്പീരിയൻസ്. അതെ, കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് പോലെയാണ്. പിന്നെ കാറ് നമ്മൾ പോവാൻ നേരം കാർ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഇറങ്ങി പോവുക. കാറ് നമ്മളെ കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാവി വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഇവൻ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കാറ് താനെ ലോക്കാവും. പിന്നെ വേറൊരു ഇതുണ്ട് ടെസ്ലയിൽ നമ്മൾ ഓടിക്കുമ്പോൾ, സാധാരണ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ പെഡൽ ചെയ്യും, ആക്സിലേറ്റർ നമ്മൾ വിടുമ്പോൾ വണ്ടി ഇങ്ങനെ സ്ലോ ആവും, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും, ആ രീതിയിലാണ്. പക്ഷെ ഇത് ടെസ്ലയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്കും ആക്സിലേറ്ററും ഉണ്ട്, പക്ഷെ ആക്സിലേറ്റർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നമ്മൾ ആക്സിലേറ്റർ ഒന്നാണ്ട് വിട്ട അപ്പൊ തന്നെ കാറ് ബ്രേക്ക്, അതിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നാണ് പറയാ. അതായത് നമ്മൾ ആക്സിലറേറ്റർ അങ്ങ് വിടുമ്പോത്തിന് കാർ അങ്ങ് ബ്രേക്ക് ചവിട്ടിയ പോലെ സ്ലോ ആകും. അപ്പൊ എന്താ വെച്ചാൽ തിരിച്ച്
ആ എനർജി തിരിച്ച് ബാറ്ററിയിലേക്ക് കയറും. അപ്പൊ നമ്മുടെ ബാറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സാധാ കാർ പോലെ നമുക്ക് ഓടിക്കാം. പക്ഷെ ഇതാണ് ബെസ്റ്റ് വേ ടു ഡ്രൈവ്. പിന്നെ ഇതിനെ വൺ പെഡൽ സ്റ്റിയറിംഗ് എന്നും പറയും. അതായത് നമുക്ക് അതായത് ആക്സലറേറ്റർ കൊണ്ട് മാത്രം നമുക്ക് വണ്ടി ഓടിക്കാം, ബ്രേക്കിന്റെ ആവശ്യമില്ലാതെ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഘട്ടത്തിൽ സഡൻ ബ്രേക്ക് ഒക്കെ ചവിട്ടണമെങ്കിൽ മാത്രമേ നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമുള്ളൂ. ഒറ്റ കാലം നമുക്ക് ഇങ്ങനെ ഒറ്റൊരു സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് നമുക്കിങ്ങനെ പോവാം. ഭയങ്കര, ഞാൻ ഇത്ര കാലം ഞാൻ പല കാർസും ഓടിച്ചിട്ടുണ്ട്. SUVs ആവട്ടെ, മസിൽ കാർസ് ആവട്ടെ, സൂപ്പർ കാർ ആവട്ടെ, ഇതൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓടിച്ചതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയി നിന്ന കാർ ഇതാണ്. ഇനിയും ഇതിലിങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിലൂടെ ഒക്കെ പല ഫീച്ചേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അതെ. പിന്നെ ഞാൻ